ധൂളിമേഘം ഉയർത്തിക്കൊണ്ട് വളവും തിരിവും പിന്നിട്ട് എൻ്റെ രഥം ഹസ്തിനാപുരിയിൽ നിന്നും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ഓടിത്തുടങ്ങി. അതിനേക്കാൾ വേഗതയിൽ എൻ്റെ മനോരഥം ഭൂതകാലത്തിൻ്റെ വിസ്തൃതി വീതിയിലൂടെ പ്രയാണം ചെയ്യുന്നുണ്ടായിരുന്നു. സ്മൃതികളുടെ ധൂളി പറത്തിക്കൊണ്ട് നീണ്ട 20 വർഷങ്ങൾ പിന്നിട്ടുപോയി. വ്യക്തിജീവിതത്തിൻ്റെ 20 വർഷം ഒരു നീണ്ട കാലദൈർഘ്യം തന്നെ. പക്ഷേ ആ നീണ്ട കാലദൈർഘ്യം സ്മരണകളെ മറയ്ക്കുന്നതായിരുന്നില്ല. ഏറ്റവും കുറഞ്ഞത് തിക്തസ്മരണകളെന്നും മറക്കുവാൻ കഴിഞ്ഞില്ല. കാലം കഴിയുന്തോറും പുരാതന സ്മൃതികൾ വിചിത്ര വേഷങ്ങൾ ധരിച്ച് കൺമുമ്പിൽ നൃത്തം വയ്ക്കുന്നു, മനസ്സിൽ ഉദ്വേഗം ജനിപ്പിക്കുന്നു. പാഞ്ചാല രാജ്യത്ത് സ്വയംവര മണ്ഡപത്തിൽ ബഹുമാന്യരായ രാജാക്കന്മാരുടെ മുമ്പിൽ വെച്ച് ദ്രൗപദി എൻ്റെ ആത്മാഭിമാനത്തിന് ഏൽപ്പിച്ച ക്രൂരമായ പ്രഹരത്തിൻ്റെ മുറിവ് ഇപ്പോഴും മനസ്സിൽ ഉണങ്ങാതെ നിൽക്കുന്നു. അപമാനത്തിൻ്റെ വ്രണം പെട്ടെന്നൊന്നും ഉണങ്ങിയില്ല. സ്ത്രീകളെ ഏൽപ്പിച്ച് മുറിവ് പ്രത്യേകിച്ചും പെട്ടെന്ന് പോവില്ല. ഇനി അഥവാ ഉണങ്ങിയാൽ പോലും അതിൻ്റെ മുറിപാട് എന്നെന്നും നിലനിൽക്കും. തൻ്റെ സ്വയംവര മണ്ഡപത്തിൽ ആ സ്ത്രീ എല്ലാവരും കേൾക്കെ പറഞ്ഞു, കർണൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം ഹീനത്വവും തിരസ്കാരവും വഞ്ചനയും അപമാനവുമാണ്. സ്ത്രീയുടെ വായിലെ മൃദുലമായ നാവ് കർണൻ്റെ സുദൃഢമേനിയെ കേവലം വാക്കുകൾ കൊണ്ട് അളന്നു കഴിഞ്ഞിരുന്നു. ഒരു യോദ്ധാവിനെ സംബന്ധിച്ചിടത്തോളം ഇതിലും ഭയാനകമായ മരണമുണ്ടോ? എല്ലാവരും അവരുടെ സമ്പത്തും വൈഭവവും കൊണ്ട് ജീവിക്കുമ്പോൾ യോദ്ധാവ് തൻ്റെ മനസ്സിൻ്റെ ഉത്സാഹത്താൽ ജീവിക്കുന്നു. അതുകൊണ്ട് അപമാനവും അവഹേളനവും അവ മറക്കാൻ കഴിയില്ല. ഒരു വെറും പൊണ്ണുമൂലമുണ്ടായ ഘോരമായ അപമാനം ഒട്ടും തന്നെ സഹിക്കാവുന്നതല്ല. വെള്ളപ്പൊക്കത്തിൽ പൂഴ്തീരം ഇടയ്ക്കിടെ ഇടിഞ്ഞു വീഴും പോലെ ആ സംഭവത്തിന് ശേഷം വളരെ കാലം കഴിഞ്ഞിട്ടും ആ വിഷവാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പിളർന്നുകൊണ്ടിരുന്നു. ആ വാക്ഷരങ്ങൾ മറക്കുവാനും ഏറെ യത്നിച്ചിട്ടും എനിക്ക് കഴിഞ്ഞില്ല. മുറിച്ചുപോയ മരക്കുറ്റിയിൽ നിന്നും പുതിയ നാമ്പുകൾ മുളയ്ക്കും പോലെ ആ വാക്ഷരങ്ങൾ എൻ്റെ മുമ്പിൽ പുരുജീവനോടെ നിൽക്കുകയായി. അത് തന്നെ വല്ലാതെ അലട്ടി. എൻ്റെ മനം സമുദ്രം ശുദ്ധമായി. അവളുടെ സ്വയംവര ദിവസം എൻ്റെ മകനായ സുധാമൻ എന്നിൽ നിന്നും തട്ടിയെടുക്കപ്പെട്ടു. അത് പലതവണ എൻ്റെ ഓർമ്മ പുതുക്കി. ബുദ്ധിമാനായ ഒരുവനെ അയൽക്കാർ വിഡ്ഢി വിഡ്ഢി എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ടിരുന്നാൽ അയാൾക്ക് സ്വയം തൻ്റെ കഴിവിൽ സംശയം ജനിക്കുകയും അയാൾ വിഡ്ഢിയെപ്പോലെ പെരുമാറുകയും ചെയ്യും. അതുപോലെ ആക്കി കഴിഞ്ഞിരുന്നു എൻ്റെ അവസ്ഥ. അവസരം കിട്ടുമ്പോഴെല്ലാം ആളുകൾ എന്നെ ഹീനൻ എന്ന് വിളിച്ച് ദ്രോഹിച്ചു. ഇത് കേൾക്കുമ്പോൾ ആദ്യമെല്ലാം എനിക്ക് വിദ്വേഷം ഇരച്ചു കയറുമായിരുന്നു. പക്ഷെ ഒരു സ്ത്രീ കൂടി ഹീനൻ എന്ന് എൻ്റെ നെറ്റിയിൽ മുദ്രയടിച്ചപ്പോൾ ഞാൻ സ്വയം ഹീനനായി കണക്കാക്കിപ്പോയി. ഞാൻ ചണ്ടാളിനെ പോലെയോ ഒരു പക്ഷെ അതിലും താഴ്ന്നവനെ പോലെയോ ആണെന്ന് കേൾക്കുവാൻ ഞാൻ ഒരുക്കമായി തീർന്നു. പക്ഷേ എൻ്റെ മകൻ്റെ കൊലയ്ക്ക് ഞാൻ പ്രതികാരം ചെയ്യും. ഈ ഹീനതത്വത്തിലും ഒരു കാര്യം എനിക്ക് സ്വർഗീയ സുഖം നൽകി. അതെൻ്റെ ബന്ധുക്കളുടെ സ്നേഹമായിരുന്നു. പക്ഷെ ആ സുഖവും പൂർണ്ണമായിരുന്നില്ല. എൻ്റെ മക്കൾക്കൊന്നും എന്നെപ്പോലെ കവചകുണ്ടലങ്ങളില്ലായിരുന്നു. അതുകൊണ്ട് അവർ എന്നേക്കാളും ഹീനന്മാരായി കണക്കാക്കപ്പെടും. എൻ്റെ ഭാവി തലമുറ എന്നേക്കാൾ ഹീനരാകുമെന്ന ചിന്ത എന്നെ അസ്വസ്ഥനാക്കി. എൻ്റെ ഏക ആശ്രയം ആകാശത്ത് തപിക്കുന്ന എൻ്റെ ഗുരുവായിരുന്നു. അദ്ദേഹത്തെ കാണുമ്പോൾ എൻ്റെ ഉദാസീനത അപ്രത്യക്ഷമാവുകയും ഉത്സാഹം കൂടുകയും ചെയ്യുന്നു. ഞാൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോവുകയായിരുന്നു. പാണ്ഡവ രാജധാനിയിലേക്ക് കൃഷ്ണനെ കാണുവാൻ. രഥത്തിലിരുന്ന് ആകാശത്തിലേക്ക് നോക്കി അടുത്തിരുന്ന അശ്വത്ഥാമാവ് ചോദിച്ചു, കർണൻ എന്താ സൂര്യനെ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുന്നത്? ആ തേജോബിംബത്തിൽ എവിടെയെങ്കിലും കറുത്ത കല കാണുന്നുണ്ടോ എന്ന് നോക്കുകയാണോ? അത് സത്യമല്ല, സംഭവ്യവുമല്ല. ഇപ്പോൾ ഈ ആകാംക്ഷ എന്തിനാണ്? സത്യമല്ലാത്തതാണ് ഇന്ന് ലോകത്ത് സംഭവിക്കുന്നതല്ല. അതുതന്നെ കാരണം. ഞാനതല്ലേ അനുഭവിക്കുന്നത്. എൻ്റെ മറുപടി അയാളെ നിശബ്ദനാക്കി. ഞങ്ങൾ ഇന്ദ്രപ്രസ്ഥത്തിലെത്തി. രാജപ്രസാദത്തിനടുത്ത് അമാത്യൻ ഞങ്ങളെ സ്വീകരിച്ചു. യജ്ഞമണ്ഡപത്തിൽ പാണ്ഡവരുടെ യജ്ഞത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാമായി. പക്ഷേ എൻ്റെ കണ്ണുകൾ ശ്രീകൃഷ്ണനെ തിരയുകയായിരുന്നു. നീലവർണ്ണം മാറുന്ന കൃഷ്ണൻ നീലാകാശം പോലെ എനിക്ക് ഗൂഢമായിരുന്നു. കേവലം 10-12 വർഷം കൊണ്ട് ഗാണ്ഡവ വനപ്രദേശത്ത് ആകാശചുംബിയായ നഗരം നിർമ്മിക്കുന്നത് കണ്ട് ഞാൻ അത്യന്തം ആശ്ചര്യപ്പെട്ടു. എങ്ങും കൊട്ടാരങ്ങൾ, ക്ഷേത്രം, ആയുധശാല, കുതിരയാലയം, വിദ്യാലയം, അലങ്കാരശാല ഇവയെല്ലാം ആകാശം മുട്ടുന്നു. ഇക്ഷുമതിയുടെയും യമുനയുടെയും കരകൾ തമ്മിൽ ചേർന്നിട്ടവയായിരുന്ന കൊട്ടാരങ്ങൾ. ഈ ജാലവിദ്യയെല്ലാം പാണ്ഡവർ ചെയ്തതാണോ? തീർച്ചയായുമല്ല. ശ്രീകൃഷ്ണൻ നിശ്ചയമായി സഹായിച്ചു കാണും. പാണ്ഡവർക്ക് ശ്രീകൃഷ്ണൻ്റെ സഹായമുണ്ട്. ഇല്ലെങ്കിൽ പുരുഷാർത്ഥത്തിൻ്റെ കാര്യത്തിൽ പാണ്ഡവർ കേവലം ഭിക്ഷാംദേഹികളാണ്. ഞാനും അശ്വത്ഥാമാവും ദുര്യോധനനും ഞങ്ങൾ 3 പേരും കൊട്ടാരത്തിൻ്റെ മുഖ്യ കവാടത്തിന് പുറത്തു നിന്നു. ദുര്യോധനൻ അത്യധികം വ്യാകുലനായി കാണപ്പെട്ടു. ഇന്ദ്രപ്രസ്ഥത്തിൽ വരുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. പക്ഷേ പിതാമഹനെ അവഗണിച്ചുകൂടാ. നെഞ്ചിൽ കടുത്ത ശീലയുമായി പിതാമഹൻ്റെ ആജ്ഞ അനുസരിക്കാൻ മാത്രമാണ് അദ്ദേഹം വന്നത്.
പാണ്ഡവരുടെ അമാത്യൻ അടുത്തുണ്ട്. പക്ഷേ അവൻ്റെ കൂടെ ഉള്ളിൽ പ്രവേശിക്കുന്നത് ഞങ്ങൾക്കാർക്കും ഉചിതമായി തോന്നിയില്ല. ഞങ്ങൾ കുരു യോദ്ധാക്കളാണ്, ക്ഷണിക്കപ്പെട്ട സാധാരണക്കാരല്ല. ഇതിനിടെ മണ്ഡപത്തിൽ നിന്നും യുധിഷ്ഠിര യുവരാജാവ് ഞങ്ങളെ കണ്ടു. അദ്ദേഹം ഉടൻ പുറത്തു വന്നു. മുമ്പോട്ട് വന്ന് സ്നേഹപൂർവ്വം അശ്വത്ഥാമാവിൻ്റെ കൈ പിടിച്ചു. ദുര്യോധനനെ നോക്കി പറഞ്ഞു, ഭാനുമതി രാജ്ഞിയെ കൊണ്ടുവരാത്തത് എന്തുകൊണ്ടാണ്? ദുര്യോധനൻ ഒന്നും പറഞ്ഞില്ല. അവസാനം യുധിഷ്ഠിരൻ എന്നെ നോക്കി. എന്നെ കണ്ട ഉടനെ അയാൾ ഞെട്ടി. അയാളുടെ ദൃഷ്ടി എൻ്റെ കാലുകളിൽ ഉടക്കി. എല്ലാവരും സ്തബ്ധരായി. നിശബ്ദത ഭഞ്ജിച്ചുകൊണ്ട് അശ്വത്ഥാമാവ് ചോദിച്ചു, യുധിഷ്ഠിര, യജ്ഞത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു? കഴിഞ്ഞു ഗുരുകുമാര, ഞങ്ങൾ യജ്ഞത്തിൻ്റെ മുഖ്യ കാർമ്മികനെ നോക്കിയിരിക്കുകയാണ്. ശ്രീകൃഷ്ണൻ. എൻ്റെ കാലിൽ നോക്കിക്കൊണ്ട് തന്നെ അയാൾ പറഞ്ഞു. അയാളുടെ നെറ്റിയിൽ ചുളിവുകൾ വീണു. എന്നാൽ ശ്രീകൃഷ്ണൻ വരുന്നതുവരെ ഞങ്ങൾക്ക് ഇന്ദ്രപ്രസ്ഥത്തിലെ ഈ കൊട്ടാരമെല്ലാം ഒന്നിച്ച് കാണിച്ചു തരൂ. യാത്രയിൽ അയഞ്ഞുപോയ തൻ്റെ വെള്ള തലപ്പാവിലെ കെട്ടുമുറുക്കിക്കൊണ്ട് അശ്വത്ഥാമാവ് പറഞ്ഞു. വരൂ എന്ന് പറഞ്ഞുകൊണ്ട് യുധിഷ്ഠിരൻ അമാത്യനോട് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. ഞാനും യുധിഷ്ഠിരനും മുഖാമുഖമായപ്പോഴെല്ലാം അയാൾ എൻ്റെ കാലിലേക്ക് നോക്കി നിൽക്കും. കർണ, നിന്റെ സ്ഥാനം കാൽക്കലാണ്, നീ സൂതപുത്രനാണ് എന്ന് പറയുവാൻ ആഗ്രഹിച്ചതുകൊണ്ടാവുമോ? അമാത്യൻ്റെ കൂടെ ഞങ്ങൾ 3 പേരും യജ്ഞമണ്ഡപത്തിൽ കയറി. ഞങ്ങൾക്ക് മുൻപ് വന്ന പിതാമഹനും വിതുരരും ദ്രോണരും മണ്ഡപത്തിൻ്റെ യജ്ഞകാര്യങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. ആ മണ്ഡപം ഋഷിമുനിമാരെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഞങ്ങൾ ഏതോ ആശ്രമത്തിന് മുൻപിലാണോ എന്ന് ഞാൻ ഒരു നിമിഷം സംശയിച്ചുപോയി. രാജാക്കന്മാരിരിക്കുവാനുള്ള സ്ഥലത്ത് പല രാജ്യങ്ങളിൽ നിന്നുള്ള രാജാക്കന്മാർ ആസനസ്ഥനായിരുന്നു. കരകായു, കുങ്കടൻ, കനകധ്വജൻ, ദൃഢധ്വനാവ്, ജയദ്രഥൻ, ഭോജൻ, നന്ദകൻ, രോചമാൻ, ദ്രുപദൻ, സേനാബിന്ദു, കൃതവർമാവ്, ശിവശുബാലൻ തുടങ്ങിയ അനേക സുപ്രസിദ്ധരായ രാജാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു. കിഴക്കു ഭാഗത്തൊരു കൂറ്റൻ യജ്ഞകുണ്ഡം, അടുത്തു തന്നെ യജ്ഞവേദിയും ഉണ്ടായിരുന്നു. യജ്ഞകുണ്ഡത്തിന് ചുറ്റും പുലിത്തോൽ വരിച്ച് ഋഷിവര്യന്മാർ ഇരുന്നു വരുന്നു. അവർ കയ്യെത്താവുന്നത്ര അകലത്തിൽ പലതരം വൃക്ഷങ്ങളുടെ വിറക് ചെറിയ കൂമ്പാരങ്ങളായി യജ്ഞത്തിനായി കൂട്ടിയിരുന്നു. അടുത്ത നിമിഷം അവ യജ്ഞകുണ്ഡത്തിൽ അർപ്പിക്കപ്പെടും. നെയ്യും പാലും ഗംഗാജലവും നിറച്ച സ്വർണ്ണകുംഭങ്ങൾ വെയിലിൽ തിളങ്ങുന്നു. യജ്ഞകുണ്ഡത്തിൽ കിഴക്കൻ യജ്ഞകാർമ്മികനായ ശ്രീകൃഷ്ണന് വേണ്ടിയുള്ള സ്വർണ്ണ സിംഹാസനം ഒരുക്കിയിട്ടിരുന്നു. മണ്ഡപത്തിൽ നിന്നിറങ്ങി ഞങ്ങൾ കൊട്ടാരത്തിൻ്റെ പടിയിലെത്തി. അവിടെ ഭീമനും അർജുനനും നകുല സഹദേവന്മാരും നിൽക്കുന്നതായി കണ്ടു. അർജുനനെ കണ്ടതോടെ എൻ്റെ മനസ്സോരാഗരം ശുദ്ധമായി. കളരിയിൽ നീലത്താമരമാലയും സ്വയംവര മണ്ഡപത്തിൽ വെള്ളത്താമരമാലയും അവൻ്റെ കഴുത്തിലാണ് വീണത്. എന്തുകൊണ്ട്? അവൻ ക്ഷത്രിയനായതുകൊണ്ട് മാത്രം. എൻ്റെ മനോധനുസിൽ സ്മൃതിബാണങ്ങൾ തൊടുക്കപ്പെട്ടു. അവൻ എൻ്റെ കാതുകളിൽ നോക്കി നിൽക്കുകയായിരുന്നു. എന്നോട് സംസാരിക്കാൻ അവന് താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം ഒരു ക്ഷത്രിയൻ സൂതപുത്രനോട് സംസാരിക്കണമെന്ന സാമൂഹ്യ ചാരമൊന്നും അവന് വിധിക്കപ്പെട്ടിരുന്നില്ല. ഗുരുപുത്രനായതുകൊണ്ട് അശ്വത്ഥാമാവിനെ അവൻ സാദരം നമസ്കരിച്ചു. ഭീമൻ ദുര്യോധനെ നോക്കിയിരിക്കുകയായിരുന്നു. തൻ്റെ കാൽ കീഴിൽ ചവിട്ടിയരയ്ക്കാനുള്ളതാണിവൻ എന്ന പോലെ. അടുത്ത് തന്നെ പാണ്ഡവരുടെ 5 പുത്രന്മാരും ഇതെല്ലാം കണ്ടിരിക്കുകയായിരുന്നു. അർജുന, കർണൻ്റെ കാതുകളിൽ എന്താ ഇമ കൂട്ടാതെ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുന്നത്? അവൻ്റെ ആ കുണ്ടലം ജന്മന ഉള്ളതാ, നിന്റെ നീല നിറം പോലെ തന്നെ. അശ്വത്ഥാമാവ് ചിരിച്ച് ചവിട്ടുംപടിയിൽ കാൽ വെച്ചുകൊണ്ട് പറഞ്ഞു. അന്തരീക്ഷം അല്പം രസമാവട്ടെ എന്ന ചിന്തയാണ് അയാൾക്ക് എപ്പോഴും. ഉത്തംഗമായ ആ കൊട്ടാരം കാണുവാനായി ഞാൻ മേലെ തട്ടിലേക്ക് നോക്കി. വെള്ളക്കല്ലിൻ്റെ വിസ്തൃത സൗധത്തിൽ ഇടത് കൈ കുത്തി നിൽക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടു. അവർ വെള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത്. അമ്പലത്തിലെ ദേവി പ്രതിമ പോലെ അവർ നിശ്ചലം നിൽക്കുന്നു. അവരുടെ ഇടത് കൈയിൽ മഞ്ഞനൂൽ പോലെ എന്തോ കണ്ടു, വ്യക്തമായില്ല. എൻ്റെ കണ്ണുകൾ അവരുടെ കണ്ണുകളിൽ പതിഞ്ഞപ്പോൾ ആ രൂപമൊന്ന് ഇളകി. സൗധത്തിൽ നിന്നും പെട്ടെന്ന് കൊട്ടാരത്തിലേക്ക് പോകുവാനുള്ള ധൃതിയിൽ അവരുടെ കയ്യിൽ നിന്നും ആ വസ്തു പെട്ടെന്ന് വീണുപോയി. അത് കൃത്യമായി എൻ്റെ കാലിൽ വന്ന് പതിച്ചു. എല്ലാവരും അത്ഭുതത്തോടെ എൻ്റെ കാലിൽ നോക്കി. ദുര്യോധനൻ അത് എടുക്കുവാൻ കുനിഞ്ഞപ്പോൾ ഞാൻ അതിന് അവസരം നൽകാതെ കുനിഞ്ഞതെടുത്തു. അത്യന്തം സൂക്ഷ്മമായ കണ്ണുകളുള്ള കുട്ടികൾ കയ്യിൽ കിട്ടുന്ന സ്വർണ്ണച്ചങ്ങലയായിരുന്നു അത്. കൊട്ടാരത്തിൽ ആർക്കും ഇത്ര ചെറിയ കുട്ടികളില്ല. പിന്നെ ഈ സ്ത്രീ ആർക്കു വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിച്ചത്? അതോർത്ത് ഞാൻ ആഭൂഷണം അമാത്യന് കൊടുത്തു. വീണ്ടും ഒരു നിമിഷം ഞാൻ ആ സൗധത്തിലേക്ക് നോക്കി. അവിടെ ആരുമുണ്ടായിരുന്നില്ല. വെള്ളക്കല്ലുകൊണ്ടുള്ള ഒരു സൗധം സൂര്യരശ്മികളായിട്ട് മിന്നിത്തിളങ്ങിക്കൊണ്ടേയിരുന്നു. ഞങ്ങൾ കൊട്ടാരത്തിൻ്റെ പടവുകൾ കയറി. പക്ഷേ ആ ഹസ്തഭൂഷണം എൻ്റെ കൺമുമ്പിൽ നിന്നും മായുന്നില്ല. പടവുകൾ കയറുമ്പോൾ ഞാൻ അമാത്യനോട് ചോദിച്ചു, ഇപ്പോൾ ആ സൗധത്തിൽ നിന്ന സ്ത്രീ ആരാണ്? രാജമാതാവ് കുന്തി ദേവി. അവർ ഈ ഹസ്തഭൂഷണം ഹസ്തിനാപുരയിലെ ഏതോ ഒരു വീരയോദ്ധാവിൻ്റെ മകന് വേണ്ടി ഉണ്ടാക്കിച്ചതാണ്. തട്ടാൻ അവർ കൊടുത്ത നിർദ്ദേശങ്ങൾ ഞാൻ കേട്ടിരുന്നു.
ഞാനിന്ന് അയാളെ മധുരയിൽ നിന്ന് വിളിപ്പിച്ചതാണ്. ഹസ്തിനാപുരിയിലെ വീരയോദ്ധാവ് ആരാണ്? ഞാൻ സ്വയം ചോദിച്ചു. പക്ഷെ അതിനൊത്തെ ആ പേര് ഓർമ്മയിൽ വന്നില്ല. അറിഞ്ഞിട്ട് എന്ത് കാര്യമെന്ന് ആലോചിച്ച് ഞാൻ ആ ആഗ്രഹം ഉപേക്ഷിച്ചു. അമാത്യൻ വാസ്തുശില്പത്തെക്കുറിച്ച് പറഞ്ഞു. വാസ്തുശില്പങ്ങൾ അത്യാകർഷങ്ങളായിരുന്നു. അതിൻ്റെ മുമ്പ് ഹസ്തിനാപുരിയിലെ പഴയ കൊട്ടാരം തീരെ മോശമായി തോന്നി. ഭിന്ന ദിശകളിൽ നിന്നും ഭിന്നമായ കൊട്ടാരങ്ങൾ കാണുമ്പോൾ അതിൻ്റെ വിദഗ്ധനായ ശില്പിയെ പ്രശംസിക്കാതിരിക്കുവാൻ സാധ്യമല്ല. ചുമരിൽ പല സ്ഥലങ്ങളിലായി കുരുപൂർവ്വ ജന്മന്മാരുടെ ജീവിതത്തിലെ പല പ്രധാന സംഭവങ്ങളും ആകർഷകമായി ചിത്രീകരിച്ചിരുന്നു. സഭ കൂട്ടുന്ന വിസ്തൃതമായ മുറി ചിത്രകലയുടെ അപൂർവമായ കലവറ തന്നെയായിരുന്നു. അവിടെ പല ചിത്രദൃശ്യങ്ങളും ഉണ്ടായിരുന്നു. ഭീഷ്മ പിതാമഹൻ കാശി രാജാവിൻ്റെ കന്യകമാരെ കട്ടുകൊണ്ടുവരുന്നത്, ശന്തനു മഹാരാജാവ് പുഴക്കരയിൽ മത്സ്യഗന്ധിയെ ഉദ്വേഗപൂർവ്വം നോക്കുന്നത്, ദേവാഭി മഹാരാജാവ് യൗവനത്തിൽ രാജ്യം ഉപേക്ഷിച്ച് ഈശ്വരചിന്തയ്ക്കായി കാട്ടിലേക്ക് പോകുമ്പോൾ ഹസ്തിനാപുര വാസികളോട് വിട പറയുന്നത്, പാണ്ഡു മഹാരാജാവ് കാട്ടിൽ വേട്ടയാടുന്നത്, അയാൾ കൊന്ന മാൻ കോപിഷ്ഠനായ ഋഷിയാവുന്നത്, അഭിക്ഷന്തനായ പാണ്ഡുരാജാവ് തൻ്റെ 2 പത്നിമാരും വച്ച് ശിരസ് താഴ്ത്തി നഗരത്തോട് വിട വാങ്ങുന്നത്, ഒരു കാട്ടിൽ ഋഷിവേദധാരിയായിരിക്കുന്ന പാണ്ഡു മഹാരാജാവും ഇരുവശത്ത് 2 സ്ത്രീകളും മുമ്പിൽ കളിക്കുന്ന 5 ആൺകുട്ടികളും തുടങ്ങിയ അനേകം ആകർഷക രംഗങ്ങൾ കാണുമ്പോൾ മനസ്സ് ഭൂതകാലത്തിൽ അലയുന്നു. ആ രാജസഭ ഹസ്തിനാപുരിയിലെ രാജസഭയേക്കാൾ സുസജ്ജവും ജീവസുറ്റതുമായിരുന്നു. പക്ഷെ ഒരു കാര്യം മാത്രം എവിടെയും കണ്ടില്ല. സാര്യപ്രതിമ, കുരുക്കൾ. രാജസിംഹാസനത്തിന് പിറകിൽ ഒരു പ്രതീകം പോലെ തങ്കത്തിൽ സൂര്യപ്രതിമ ഉണ്ടാക്കി വെച്ചിരുന്നു. ഇവിടെ രാജസിംഹാസനത്തിന് പിറകിൽ മുരളീധരനായ ശ്രീകൃഷ്ണന്റെ നീല നിറമുള്ള പ്രതിമയാണ് സ്ഥാപിച്ചിരുന്നത്. ഇതൊരു പക്ഷേ പാണ്ഡവരുടെ ശ്രീകൃഷ്ണ ഭക്തിയുടെ പ്രതീകമായിരിക്കും. രാജസഭ കണ്ടതിനു ശേഷം ഞങ്ങൾ റാണിമാരുടെ അന്തഃപുരത്തിൽ പ്രവേശിച്ചു. ആ ഭവനം സൗന്ദര്യത്തിൻ്റെ അദ്വിതീയ പ്രദർശനം തന്നെയായിരുന്നു. ശുഭ്രശില സ്തംഭങ്ങൾ പലതരം ലതകളുടെ ചിത്രങ്ങൾ കൊത്തിവെച്ചിരുന്നു. ലതകൾ കൊത്തിയ ശീലകമാനങ്ങളിൽ കേശാലങ്കാരത്തിനായ വലിയൊരു കണ്ണാടികൾ പതിച്ചിരുന്നു. ഭിത്തിയിൽ രാജകുടുംബത്തിലെ സ്ത്രീ പുരുഷന്മാരുടെ ജീവചരിത്രത്തിലെ നിരവധി സംഭവങ്ങൾ ചിത്രീകരിച്ചിരുന്നു. അവയിലെ ഓരോ ഘടകയും ഞാൻ മനസ്സിലാക്കി. കാരണം അച്ഛൻ എനിക്ക് യഥാസമയവും കുരുകുല ചരിത്രം പറഞ്ഞു തന്നിരുന്നു. ആ മുറിയിലെ ചില എന്നെ ആകർഷിച്ചിരിക്കുന്നതായിരുന്നു. ചില സംഭവങ്ങൾ വളരെ പഴയതായിരുന്നുവെങ്കിലും ഇന്നലെ സംഭവിച്ചതുപോലെ എനിക്ക് പരിചിതങ്ങളായിരുന്നു. ഊർവശി എന്ന് വിളിച്ച് വൃക്ഷലതകളിലെ ആലിംഗനം ചെയ്യുന്ന സ്നേഹധനനായ പൂരുവരസ് മഹാരാജാവിനെ ഒരിടത്ത് വരച്ചിരിക്കുന്നു. ഇന്ദ്രനെ പരാജയപ്പെടുത്തി മടങ്ങുന്ന സൈന്യത്തിൻ്റെ അഗ്രഭാവത്ത് ഞെളിഞ്ഞു നിൽക്കുന്ന നഹുഷൻ ശുക്രാചാര്യൻ്റെ ചരണങ്ങളിൽ തലചായ്ച്ച് പശ്ചാത്താപ വിവശനായി തൻ്റെ അപരാധങ്ങൾക്ക് മാപ്പപേക്ഷിക്കുന്നതായി. സമീപത്തായി ഗർവോടെ ശിരസുയർത്തി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ സുന്ദരിയായ ഋഷകന്യ ദേവയാനി, സിംഹത്തിൻ്റെ വായിലെ പല്ലുകളെന്ന ഭരതനെ കൗതുകപൂർവ്വം നോക്കുന്ന ശകുന്തള, കൗരവ വംശത്തിൻ്റെ വളർച്ചയ്ക്കായി അനവരതം പ്രവർത്തിച്ച സത്യവതി രാജ്ഞീതര തുടങ്ങിയ അനവധി സ്ത്രീ പുരുഷന്മാരുടെ സ്മരണകൾ ആ ഭിത്തിയിൽ തുടച്ചു വെച്ചിരുന്നു. അവർ മൗനികളായി മുദ്രകളാൽ കഥ പറയുന്നതായി തോന്നി. പക്ഷെ അതിലൊരു ചിത്രം എത്ര തന്നെ ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലായില്ല. വേദനയും രമണീയവുമായ ദുരൂഹതയും നിറഞ്ഞൊരു ചിത്രം. പക്ഷെ അത് ഒട്ടും കരുണ ജനിപ്പിക്കുന്നതായിരുന്നില്ല. ആ ചിത്രം കണ്ടിട്ട് എനിക്ക് എന്തിനാണ് തോന്നിയെന്നും മനസ്സിലായില്ല. ഉത്സാഹവും കൗതുകവും എല്ലാമുള്ള വിവരണാതീതമായൊരു ചിത്രം. ആകർഷകവും അലങ്കാരഭൂഷിതവുമായ ഒരു ചിത്രം. ഒരു ഭിത്തിയിൽ നീലത്തലയിൽ വിസ്താരമുള്ള ഒരു നദി വരിച്ചിരുന്നു. നദിയിൽ മുട്ടിന വെള്ളത്തിൽ ഒരു വൃദ്ധദാസി ഒരു മരപ്പെട്ടി ഒഴുക്കിലേക്ക് തള്ളിവിടുന്നു. കരയിൽ ഒരു സ്ത്രീ കൈകൊണ്ട് മുഖം പൊത്തി കരയുന്നു. അവരുടെ വസ്ത്രത്തിൽ നിന്നും അതൊരു രാജ്ഞിയാണെന്ന് വ്യക്തമായിരുന്നു. വസ്ത്രം കാറ്റിൽ പറക്കുന്നു. അതിൽ നിന്നും ജലകണികൾ താഴെ വീഴുന്നു. മഴവെള്ളമാണെന്ന് തോന്നുന്നു. പക്ഷെ അതെന്തുകൊണ്ട് വെള്ള നിറത്തിലായി? എനിക്ക് മനസ്സിലായില്ല. നദിയുടെ മറുകരയിൽ 2 മലകൾക്കിടയിൽ തേജസ്സാർന്ന ഒരു സൂര്യബിംബം വരച്ചിരുന്നു. ആ ബിംബത്തിൻ്റെ മധ്യത്തിൽ നിന്നും ഒരു സുവർണ പ്രകാശകിരണം നേരെ പെട്ടിയിലേക്ക് വരച്ചിരിക്കുന്നു. ആ വിദഗ്ധനായ ചിത്രകാരൻ ദാസി ആ പെട്ടി സൂര്യദേവന് അർപ്പിക്കുന്നു എന്ന് പറയാനല്ലേ ആ ചിത്രത്തിലൂടെ ആഗ്രഹിച്ചത്. വെള്ള നിറമുള്ള ഒരു പശു നദിയിൽ നിന്നും വെള്ളം കുടിക്കുന്നു. അതിൻ്റെ കിടാവ് അകിടത്തെത്താനായി വാൽ പൊക്കിപ്പിടിച്ച് കുതിക്കുന്നു. പക്ഷെ അതിന് മുല കിട്ടുന്നില്ല. ആ ചിത്രം എനിക്ക് വളരെ നന്നായി തോന്നി. ആ ചിത്രം വളരെ ശ്രദ്ധിച്ച ശേഷം ഞാൻ സ്മൃതിയിൽ ചികഞ്ഞു. പക്ഷേ അത്തരമൊരു സംഭവം എങ്ങനും ആരും പറഞ്ഞതായി എനിക്ക് ഓർമ്മ വന്നില്ല. അവസാനം കൗതൂഹലത്തോടെ ഞാൻ അമാത്യനോട് ചോദിച്ചു, അമാത്യരെ, ഇതെന്ത് സംഭവമാണ്? അതെനിക്കും ശരിക്കറിയില്ല. കുന്തി ദേവിയുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരയിലെ പ്രസിദ്ധ ചിത്രകാരനാൽ വരപ്പിച്ചതാണ് ഈ ചിത്രം. ചിത്രം തയ്യാറായപ്പോൾ രാജമാതാവിനോട് വന്ന് കാണുവാൻ ഞാൻ അപേക്ഷിച്ചു. ചിത്രം കണ്ടപ്പോൾ അവർ സ്തംഭിച്ചു നിന്നു.
ചിത്രകാരൻ വിചാരിച്ചത് അവർക്ക് ഇത്ര ചിത്രം ഇഷ്ടപ്പെട്ടില്ലെന്നാണ്. അയാൾ രാജമാതാവിനോട് പറഞ്ഞു. മഹാറാണി, പെട്ടിയിൽ എന്താണെന്ന് വ്യക്തമായി പറഞ്ഞാൽ ചിത്രം ഇതിലും നന്നാക്കാം. സൂക്ഷ്മഭാവങ്ങൾ അതേപോലെ വരയ്ക്കുവാൻ ശ്രമിക്കുകയും ചെയ്യാം. രാജമാതാവ് ചിത്രകാരനോട് എന്തു പറഞ്ഞു? ഞാൻ ഉത്കണ്ഠയോടെ ചോദിച്ചു. എനിക്കതറിയുവാൻ അത്യാഗ്രഹമായിരുന്നു. ഒരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് കുന്തി ദേവി പറഞ്ഞു, ആ പെട്ടിയിൽ എന്താണെന്ന് മഹർഷി ദുർവാസാവിനെ അറിയും. അമാത്യം പറഞ്ഞു. പുറത്ത് യജ്ഞമണ്ഡപത്തിൽ വന്ന മഹർഷിമാരിൽ ദുർവാസാവുണ്ട്. എനിക്ക് ആ ചിത്രം മർമ്മസ്പർശിയായി തോന്നി. ജിജ്ഞാസ മൂലം മനസ്സ് വിങ്ങി. അതുകൊണ്ട് ചോദിച്ചു. ഇല്ല എന്ന് അയാൾ പറഞ്ഞു. ഞങ്ങൾ ആ മുറിയിൽ നിന്ന് പുറത്തു കിടന്നു. ഞാൻ ഏറെ ആഗ്രഹിച്ചെങ്കിലും മര്യാദയോർത്ത് പിന്നീടൊന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല. കൊട്ടാരമാകെ കണ്ടു കഴിഞ്ഞു. ഇനി അവസാനത്തെ ഒരു അന്തഃപുരം കൂടിയുണ്ട്. ആ അന്തഃപുരത്തിലെ വസ്തുക്കളെല്ലാം മായയാണ് എന്ന് അമാത്യം പറഞ്ഞു. ഈ ലോകം തന്നെ ഒരു മായയാണ്, അശ്വത്ഥമാവ് പരിഹാസത്തോടെ പറഞ്ഞു. അവസാനം ഞങ്ങൾ ആ അന്തഃപുരത്തിൽ പ്രവേശിച്ചു. തോളിൽ വെച്ച ഗദ കറക്കിക്കൊണ്ട് ദുര്യോധനൻ മുമ്പിൽ നടക്കുകയായിരുന്നു. അവിടെ കടന്നപ്പോൾ ഒരു കോണിപ്പടിയിൽ ദാസികളാൽ ചുറ്റപ്പെട്ട ദ്രൗപദിയെ ഞാൻ കണ്ടു. എൻ്റെ സ്മൃതിജാതത്തിലെ തേൻകൂട് ആരോ ആക്രമിച്ചതുപോലെ തോന്നി. സംഭവങ്ങളാകുന്ന തേനീച്ചകൾ എൻ്റെ ഉള്ളിലെ സൂതപുത്രനെ കുത്തി. ഒരു സൂതപുത്രനായതുകൊണ്ട് മാത്രം അവൾ എന്നെ വെറുക്കുന്നതെന്നോർത്ത് എൻ്റെ മനസ്സ് വിങ്ങി. പക്ഷെ സംഭവിച്ചത് നേരെ വിപരീതമാണ്. കണ്ണുകൾ പരസ്പരമേറ്റപ്പോൾ തിരസ്കാരപൂർവ്വം അവൾ മുഖം തിരിച്ചില്ല. അല്പനേരം എന്നെ നോക്കി അവൾ മുഖം താഴ്ത്തി. അവളുടെ മുഖം രക്തവർണ്ണമായി. സഖിയുടെ ചെവിയിൽ അവൾ എന്തോ മന്ത്രിച്ചു. അവളുടെ കണ്ണുകളിലെ ഭാവം വിചിത്രമായി തോന്നി. എൻ്റെ വൃഷാലി സ്നേഹപൂർവ്വം എന്നെ നോക്കുവാറുള്ള അതേ നോട്ടം. എന്തായിരിക്കും അവൾ തോഴിയുടെ ചെവിയിൽ മന്ത്രിച്ചത്? ഒന്നും മനസ്സിലാവുന്നില്ല. ദുര്യോധനൻ അവിടേക്ക് ശ്രദ്ധയെ ജയിച്ചതേയില്ല. അന്തഃപുരത്തിലെ മായാസൃഷ്ടികളിൽ നോക്കി തലയെടുപ്പോടെ നടന്നു നീങ്ങി. പുറമധ്യത്തിൽ ഒരു പരവതാനി വിരിച്ചിരുന്നു. അതിൽ ആകർഷണങ്ങളായ ചിത്രങ്ങൾ തുന്നിയിരുന്നു. ഈ ചിത്രപ്പണി കണ്ട് ദുര്യോധനൻ അത്ഭുതപൂർവ്വം പുരികമുയർത്തി. പിന്നെ ഒന്ന് മെല്ലെ മച്ചിൽ നോക്കിയിട്ട് മുന്നോട്ട് നടക്കുവാനായി ഇടതുകാൽ ആ പരവതാനിയിൽ വെച്ചു. പക്ഷെ അത് പരവതാനി അല്ലായിരുന്നു. നിറഞ്ഞു നിൽക്കുന്ന ഒരു കുളത്തിൽ കൊട്ടാരദാസിമാർ പല വർണ്ണത്തിലുള്ള പുഷ്പങ്ങൾ പരാഗണങ്ങളാൽ വെള്ളത്തിൽ നിർമ്മിച്ച ഒരു ചതിക്കുന്ന ചിത്രമായിരുന്നു അത്. അതിൽ കാൽ വെച്ചപ്പോൾ ദുര്യോധനൻ വഴുതിപ്പോയി. ചിത്രങ്ങൾ ചിതറിപ്പോയി. അയാളുടെ രാജകിരീടം കുളത്തിൽ എവിടെയോ അപ്രത്യക്ഷിതമായി. കയ്യിൽ ഗതയുള്ള കാരണം നീന്താനും പറ്റുന്നില്ല. 3-4 തവണ അദ്ദേഹം മുങ്ങി. ഉടൻ ഞാൻ കൈനീട്ടി. ചിരിച്ചുകൊണ്ട് അയാൾ കരയ്ക്ക് കയറി. എന്നോടും അശ്വത്ഥാമാവിനോടും എന്തോ ഫലിതം പറയാനായി തുനിയുമ്പോഴേക്കും സേനാപാനത്തിൽ നിന്നും പരിഹാസത്തിന്റെ ജലധാര ഒഴുകി. ദുര്യോധനെ തിരസ്കാര ദൃഷ്ടിയോടെ നോക്കുന്ന സഖികളെന്ന പോലെ പരിഹാസ്യമാം വിധം ദ്രൗപദി പറഞ്ഞു. കുരുടനായ അച്ഛൻ്റെ മകനും കുരുടൻ തന്നെ. കിളികളുടെ കലപില പോലെ സഖികൾ പൊട്ടിച്ചിരിച്ചു. അവളുടെ കുൽസിതവും വ്യംഗപൂർണമായ സംസാരം കേട്ട് എനിക്ക് വെറുപ്പ് തോന്നി. അവളുടെ ശരീരത്തിൽ സുഗന്ധമുണ്ടാവും, പക്ഷെ മനസ്സിൽ നികൃഷ്ടമായ ദുർഗന്ധമല്ലാതെ ഒരിക്കലും ഒന്നും കാണുവാൻ കഴിയില്ല. അന്ധനായ അച്ഛൻ്റെ ദൗർബല്യത്തിൻ്റെ മർമ്മഭേദകമായ പരാമർശം മൂലം ദ്രൗപദി ദുര്യോധനോടുള്ള തൻ്റെ ക്രോധം വ്യക്തമാക്കി. ഏതവസ്ഥയിലെ സ്ത്രീ മര്യാദയുള്ളവളാകണം എന്ന് ഞാൻ ചിന്തിച്ചു. രാജകുമാരിയിൽ പ്രത്യേകിച്ച്. ഗുരുജനങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ സ്വന്തം നാവിൽ കടിഞ്ഞാണിട്ട് തന്നെ വേണം. ദ്രൗപദിയുടെ പരിഹാസത്താൽ വിളറിയ ദുര്യോധനൻ കോപത്തോടെ കയ്യിലെ ഗത കുളത്തിലേക്ക് എറിഞ്ഞു. അഗ്നി ചിതറുന്ന ദൃഷ്ടിയോടെ ദ്രൗപദിയെ നോക്കി തലയുയർത്തി ഉറക്കിയലറി. കുരുടനായ അച്ഛൻ്റെ മകൻ കണ്ണുള്ളവനാണെന്ന് സമയം വരുമ്പോൾ നിനക്ക് ഞാൻ പ്രത്യക്ഷത്തിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അയാളുടെ നനഞ്ഞ വസ്ത്രത്തിൽ നിന്നും വെള്ളമിറ്റ് വീഴുന്നുണ്ടായിരുന്നു. പക്ഷെ അയാളുടെ ക്രുദ്ധനയനത്തിൽ തീയായിരുന്നു. ഇതിലയാൾ എന്ത് തെറ്റാണ് ചെയ്തത്? ഈ സമയത്ത് ദ്രൗപദിയുടെ അഹങ്കാരം നിറഞ്ഞ വാക്കുകളെ പിന്താങ്ങി ദുര്യോധനെ ക്രോധശീലനായി കണക്കാക്കുവാൻ ആർക്ക് കഴിയും? അശ്വത്ഥമാവ് അയാളുടെ കൈ പിടിച്ച് ആ മായാസ്ഥലത്ത് നിന്നും പുറത്തു കിടന്നു. ഞാൻ പോകുന്ന പോക്കിൽ ആ സരസിൽ നോക്കി. അതിൻ്റെ ഇളക്കം നിന്നിരുന്നു. പഴയതുപോലെ ചിത്രം നിന്നു. പക്ഷെ ആ ആകർഷണമായില്ല. എങ്ങനെ ആകർഷികമാകും? ആദ്യത്തെ രംഗശോഭ ചിതറിപ്പോയി, ചിന്ന ഭിന്നമായി പോയി. വർണ്ണങ്ങളുടെ വിചിത്രമായ ഒരു ചേർച്ചയാണ് ഇപ്പോഴുള്ളത്. എൻ്റെ അടുത്തെത്തിയപ്പോൾ ദുര്യോധനൻ ദൃഢചിത്തനായി പറഞ്ഞു, കാരണം ഞാൻ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. സത്യസേനനെ വിളിച്ച് രഥം തയ്യാറാക്കുവാൻ പറയും. ഈ നിമിഷം ഞാൻ ഹസ്തിനാപുരിയിലേക്ക് തിരിക്കും. അയാൾക്ക് താൻ എടുത്ത വസ്ത്രങ്ങൾ നനഞ്ഞിരിക്കുന്നു എന്ന ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. അശ്വത്ഥാമാവ് അമാത്യനെ കണ്ണുകൾ കൊണ്ട് ആദ്യം കാണിച്ചു. അയാൾ അലങ്കാരമുറിയിൽ നിന്നും ഒരു ഉത്തരീയവും മുണ്ടും കൊണ്ടുവന്നു. അശ്വത്ഥാമാവ് വസ്ത്രങ്ങൾ മുമ്പിൽ വെച്ചപ്പോഴാണ് ദുര്യോധനൻ നനഞ്ഞ വസ്ത്രത്തെക്കുറിച്ചുള്ള ബോധം വന്നത്. ഒഴിഞ്ഞൊരു മുറി കാണിച്ചുകൊണ്ട് അശ്വത്ഥാമാവ് വസ്ത്രം മാറ്റുവാൻ ആംഗ്യം കാണിച്ചു. ദുര്യോധനൻ വസ്ത്രം മാറി വന്നു. പക്ഷെ ആ വസ്ത്രം അയാളുടെ ദേഹത്തിൽ ഒട്ടും ചേരുന്നതല്ലായിരുന്നു.
ഒരുപക്ഷെ അത് ഭീമൻ്റേതായിരിക്കും. എനിക്കത് വിചിത്രമായൊരു ചേർച്ചയായി തോന്നി. ഞാൻ എൻ്റെ കിരീടമൂരി ദുര്യോധൻ്റെ ശിരസിൽ വെച്ചു. ദുര്യോധൻ്റെ സരസിൽ വീണുപോയിരുന്നു. എൻ്റെ ഒഴിഞ്ഞ ശിരസ് നോക്കി അയാൾ ചോദിച്ചു, അപ്പോൾ നിങ്ങളുടെ ശിരസിനോ? ഞാൻ ക്ഷത്രിയനല്ല രാജൻ, സൂതപുത്രൻ. കിരീടമില്ലാതെ ശീലിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞു. അയാൾ എൻ്റെ ശിരസിൽ നോക്കി അശ്വത്ഥാമാവനോട് പറഞ്ഞു, വാസ്തവത്തിൽ ഇയാൾ കിരീടമേ ആവശ്യമില്ല എന്ന് തോന്നുന്നില്ലേ? ഇയാളുടെ ചുരുണ്ട് ചെമ്പിച്ച സ്വർണ്ണ നിറമാർന്ന മുടി കിരീടത്തെ പോലും നാണിപ്പിക്കുന്നതാണ്. അശ്വത്ഥാമാവ് പറഞ്ഞു. കിരീടം തലയിൽ വെച്ചു കൊടുത്തപ്പോൾ ദുര്യോധൻ്റെ ക്രോധം കെട്ടടങ്ങി. ഞങ്ങൾ ഹസ്തിനാപുരിയിലേക്ക് മടങ്ങുവാനായി പുറത്തിറങ്ങി. കാരണം ദുര്യോധൻ്റെ അപമാനം എൻ്റെയും കൂടിയാണ്. ഞങ്ങൾ രണ്ടാണെന്ന് ഞാൻ ഇതുവരെ കരുതിയിട്ടില്ല. അയാളാണ് എനിക്ക് ജീവിതം തന്നത്. വിധി അയാളുടെ കയ്യിലാണ്. അയാളെ അപമാനിക്കുന്ന ദ്രൗപദി വിവേകമില്ലാത്തവളും അഹങ്കാരിയുമാണ്. ഓരോ സംഭവത്തിലും അനന്തരഫലമുണ്ട്. എപ്പോഴെങ്കിലും ദ്രൗപദിക്ക് ഇതിൻ്റെ ഫലം അനുഭവിക്കേണ്ടതായി വരും, ഞാൻ മനസ്സിൽ പറഞ്ഞു. പെട്ടെന്ന് ചുറ്റും പെരുമ്പറയും മൃദംഗവും തടിയും മുഴങ്ങി. ഉത്കണ്ഠയോടെ ഞാൻ അമാത്യനോട് വിവരം തിരക്കി. യജ്ഞം ആരംഭിക്കുകയായി. ദ്വാരകയിൽ നിന്നും സാക്ഷാൽ ശ്രീകൃഷ്ണൻ എത്തിക്കാണും. കൃഷ്ണനും മറ്റ് യാദവർക്കും സ്വാഗതമരുളാനാണ് ഈ ഹർഷവാദ്യം മുഴങ്ങുന്നത്. രാജസൂയ യജ്ഞം നടത്താമെന്ന പ്രതിജ്ഞ നമ്മുടെ രാജ്യം പൂർത്തീകരിച്ചു. ഈ യജ്ഞത്തിനു മുമ്പായി 4 ദിക്കുകളിലുമുള്ള രാജ്യങ്ങൾ കീഴടക്കേണ്ടതുണ്ട്. യജ്ഞകുണ്ഡത്തിനടുത്തുള്ള രാജാക്കന്മാരെല്ലാം ഇങ്ങനെ സൈന്യം കീഴടക്കി ആര്യാവർത്തത്തിൻ്റെ ഭിന്ന ഭൂവിഭാഗങ്ങളെ അധിപന്മാരാണ്. അവരെല്ലാം എഴുന്നേറ്റ് യജ്ഞകർമാവിനെ അഭിവാദനം ചെയ്തു. ഏതെല്ലാം രാജ്യങ്ങളാണ് നിങ്ങളുടെ സൈന്യം പിടിച്ചാക്കിയത്? ഞാൻ ചോദിച്ചു. അനേകം. കോസല രാജ്യം, വിദേഹം, ചേതി. അയാൾ ഓരോന്നായി പേരുകൾ പറഞ്ഞു. അത് കേട്ടുകൊണ്ട് ഞങ്ങൾ യജ്ഞമണ്ഡപത്തിനടുത്തെത്തി. ഹസ്തിനാപുരിയിലേക്ക് മടങ്ങുവാൻ യജ്ഞകുണ്ഡത്തിൽ നിന്ന് പുറത്തേക്ക് വേഗത്തിൽ നടന്നു. ദുര്യോധനൻ തിരിഞ്ഞു നോക്കാതെ ഓടുക തന്നെയായിരുന്നു. അപ്പോഴാണ് രുക്മി രാജാവിൻ്റെ കൈയും പിടിച്ച് പ്രവേശന കവാടത്തിൽ വരുന്ന ഭീഷ്മ പിതാമഹനെ കണ്ടതും അദ്ദേഹം വഴിയിൽ തടഞ്ഞു നിർത്തി അധികാരസ്വരത്തിൽ പറഞ്ഞു, ദുര്യോധന, നീ യജ്ഞത്തിന് വന്നതോ വേട്ടയ്ക്ക് വന്നതോ? പോയി ഒരു കാര്യം ചെയ്യും. യജ്ഞത്തിൽ കൊണ്ടുവന്ന മൃഗങ്ങളെ എണ്ണി തിട്ടപ്പെടുത്തി സംഗതി ശരിയാക്കുക. പിന്നെ കർണ, ദാനം ചെയ്യാനുള്ളതെല്ലാം നീ തന്നെ ദാനം ചെയ്യണം. ദ്രൗപദിയിൽ അപമാനിതനായ അഭിമാനായ ദുര്യോധനന് ഈ പറഞ്ഞ തുച്ഛമായ കാര്യം തീരെ ഇഷ്ടപ്പെട്ടില്ല. ശുഭ്രാകാശത്തിൽ ശ്രാവണ മാസത്തിൽ മേഘമിടിയും പോലെ ദുര്യോധനന്റെ നെറ്റിയിൽ ചുളിവുകൾ പ്രത്യക്ഷപ്പെട്ടു. കരിയിലകളിൽ കൃഷ്ണമൃഗമെന്ന പോലെ അയാളുടെ പുരികം പെട്ടെന്ന് വളഞ്ഞു. അയാളുടെ കലങ്ങിയ കണ്ണുകൾ പ്രാണവേദനയോടെ പറയും പോലെ തോന്നി, അങ്ങ് പിതാമഹനാണ്. ഞാൻ കുരുകുലത്തിലെ ജ്യേഷ്ഠ യുവരാജാവാണ്. ഈ തുച്ഛമായ കാര്യം ഞാൻ ചെയ്താൽ അതങ്ങയ്ക്ക് ശോഭനീയമാകുകയില്ല. പക്ഷെ പിതാമഹന്റെ ആജ്ഞ തിരസ്കരിക്കാതെ വയ്യ. വിവശനായി എന്നെ നോക്കി തല താഴ്ത്തി അയാൾ മൃഗങ്ങളെ കെട്ടിയ ആലയിലേക്ക് നടന്നു. ഭൂമിയിൽ പതിഞ്ഞ കാലടികൾ കണ്ടാലറിയാം ആ മനസ്സിൽ എന്ത് കൊടുങ്കാറ്റാണ് അടിക്കുന്നത്. അയാൾ സ്വാതന്ത്ര്യപ്പെടുത്തുവാൻ എന്തെങ്കിലും ചെയ്യണമെന്ന ചിന്തയിൽ ഞാൻ പിറകെ നടന്നു. പിറകോട്ട് തിരിയാതെ ഇടത് കൈ കാണിച്ച് നിൽക്കുവാനുള്ള ആംഗ്യത്തോടെ അയാൾ പറഞ്ഞു, നിൽക്കരാതെയ. എല്ലാവർക്കും ഇന്നത്തെ പോലുള്ള ദിവസം വളരെ അപൂർവമായിരിക്കും. എനിക്കാണെങ്കിൽ ഇത് ജീവിതത്തിലെ ഓർമ്മയുണ്ടാവും. ദുര്യോധനന് ഒരു മനസ്സുണ്ട്, അവനും മനുഷ്യനാണ്. ഈ കാര്യങ്ങൾ ഈ ഉന്മാദികൾ മറന്നുപോയോ? ഉചിത സമയമാകുമ്പോൾ ഞാനും ഒരു ജീവനുള്ള മനുഷ്യനാണെന്ന് കാണിച്ചു കൊടുക്കും. അയാളുടെ അഭിമാനം തുളുമ്പുന്ന ക്ഷത്രിയ മനസ്സിൻ്റെ വിഷമങ്ങൾ എനിക്ക് മനസ്സിലായി. പക്ഷേ ഒരു സ്വാതന്ത്ര്യ വചനം പോലും പറയുവാൻ എനിക്ക് പറ്റിയില്ല. എങ്ങനെ പറ്റും? ഞങ്ങൾ തമ്മിൽ എന്താണ് അന്തരം? ഒരു ദുഃഖിത മനസ്സിനെ മറ്റൊരു ദുഃഖിത മനസ്സിനെ അറിയുവാൻ കഴിയും. ജീവിതം മുഴുവനും ഞാനും ഇതെല്ലാം അനുഭവിച്ചത്. അവഹേളനയും തിരസ്കാരവും. അയാൾ ചെറുതാവുന്നതായി തോന്നി. നടത്തത്തിൽ കൗരവ രാജാവിൻ്റെ ഗൗരവം ഉണ്ടായിരുന്നില്ല. പിതാമഹന് ദുര്യോധനെ മനസ്സിലായിട്ടേയില്ല എന്നെനിക്ക് തോന്നി. മണ്ഡപത്തിലെ കോലാഹലങ്ങളെല്ലാം പെട്ടെന്ന് ശാന്തമായി. ഞാൻ തിരിഞ്ഞ് പ്രവേശന കവാടത്തിലേക്ക് നോക്കി. 5 വെള്ളക്കുതിരകളെ പൂട്ടിയ രഥത്തിൽ നിന്നും ശ്രീകൃഷ്ണൻ താഴെ ഇറങ്ങി. പുഞ്ചിരി തൂക്കിക്കൊണ്ട് ശാന്തവും തീരെ ഗംഭീരവുമായ ഭാവത്തോടെ യജ്ഞമണ്ഡപത്തിലേക്ക് നടന്നു. രോഹിണിപ്പൂ പോലെ അദ്ദേഹത്തിൻ്റെ നീലവർമ്മമാർന്ന ശരീരം സൂര്യകിരണങ്ങളേറ്റ് തിളങ്ങി. പിറകിൽ തന്നെ ചുവപ്പ് നിറമുള്ള സാരി ഉടുത്ത് രുക്മിണി നന്നസ്ത്ര ശിരസ്കയായി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ സാത്വികി, ബലരാമൻ, ഉഗ്രസേനൻ, അക്രൂരൻ, ഉദ്ധവൻ, പ്രദ്യുമ്നൻ, സാമ്പൻ, ബ്രഹ്മാർഗ്യൻ എന്നിവരും രഥത്തിൽ നിന്നിറങ്ങി. പിതാമഹൻ അത്യുത്സാഹപൂർവ്വം വന്ന് കൃഷ്ണനെ ഗാഠലിംഗനം ചെയ്തു. ഹിമാലയത്തിലെ ധവളശിഖരം ആകാശത്തിന് നീലമേഘങ്ങളിൽ ചേരുന്നത് പോലെ തോന്നി ആ ആലിംഗനം കണ്ടപ്പോൾ. സുഹസാനികൾ വന്ന് ശ്രീകൃഷ്ണ രുക്മിണിമാരുടെ കാലുകൾ കഴുകി. കുന്തിദേവി വന്ന് അവരുടെ നെറ്റിയിൽ കുങ്കുമതിലകം ചാർത്തി. അവരെ കണ്ടപ്പോൾ എനിക്ക് രാധമ്മയെ ഓർമ്മ വന്നു. ഞാൻ പുറത്തു പോകുമ്പോഴെല്ലാം അവർ എൻ്റെ നെറ്റിയിൽ അത്തരം തിലകം ചാർത്താറുണ്ടായിരുന്നു. വിതുരർ അയാളുടെ കഴുത്തിൽ വെള്ളത്താമരമാലയുടെ മാല്യം ചാർത്തി. ശ്രീകൃഷ്ണൻ കുനിഞ്ഞ് രാജ്ഞിയുടെ ചരളധൂളി ശിരസിൽ ചാർത്തി. മണ്ഡപത്തിലുള്ളവരെല്ലാം ആദരപൂർവ്വം എഴുന്നേറ്റ് നിന്നു. പാദങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തി ദൂരെ ഇരിപ്പിടത്തിൽ ഒരു രാജാവ് മാത്രം പഴയപടി ഇരിക്കുകയാണ്. അയാളുടെ ഉദാസീനത കണ്ട് എൻ്റെ ഉത്സാഹം വർദ്ധിച്ചു.
ഞാൻ ശ്രദ്ധിച്ചു. അത് ശിശുപാലനായിരുന്നു. അവസാനം യുധിഷ്ഠിരൻ മുൻപോട്ട് വന്നു. ശ്രീകൃഷ്ണന്റെ വലതുകരം ഗ്രഹിച്ച് യജ്ഞദേവത്തിലെ സ്വർണ്ണ സിംഹാസനത്തിൻ്റെ അടുത്തേക്ക് നടന്നു. ഇടതോട്ട് പോകുന്ന അർജുനന്റെ നഗ്നമായ ചുമലിൽ ശ്രീകൃഷ്ണൻ തൻ്റെ ഇടത് കൈ വെച്ചിരുന്നു. രണ്ടുപേരും നീലവർണ്ണമുള്ളതാകിയാൽ അർജുനനാരെ കൃഷ്ണനാരെ എന്ന് പറയുക അസാധ്യമായിരുന്നു. പക്ഷെ രണ്ടുപേരും പ്രകടമായ ഭിന്നത എനിക്ക് കാണുവാനായി. ശ്രീകൃഷ്ണന്റെ നടത്തത്തിൽ സ്വാഭാവികതയുണ്ടായിരുന്നു. അർജുനന്റെ നടത്തത്തിൽ ഉറച്ച മെയ്യുള്ളവരോടതുപോലെ ഒരു തരം ഗർവുണ്ടായിരുന്നു. മണ്ഡപത്തിലെ ചതുരസ്തൂപത്തിൽ ചാരി നിന്നുകൊണ്ട് ഞാൻ ശ്രീകൃഷ്ണനെ ശ്രദ്ധിച്ചു. മനോഭിമാനങ്ങളെ എല്ലാവിധ വിശ്വാസ പ്രമാണങ്ങളും ഭേദിച്ചുകൊണ്ട് ഞാൻ എന്തിനു വേണ്ടിയോ ക്ഷണിക്കപ്പെടാതെ ഇവിടെ എത്തിയത്. ആ കാര്യം എനിക്ക് സാധ്യമായി. ശ്രീകൃഷ്ണന്റെ ശരീരത്തിൽ നിന്നും ആകാശത്തിന് സമാനിറമുള്ളതായി ഞാൻ കണ്ടു. ചെവി വരെ നീണ്ടുപോകുന്ന ആ കണ്ണുകൾ അന്യവിവരമായ ആത്മീയതയുണ്ടായിരുന്നു. ചെറുതെങ്കിലും ആരോഗ്യമാർന്ന ദേഹം, വലിയ കണ്ണുകൾ മനോഹരങ്ങളായ പോളകളാൽ മൂടിയിരുന്നു. യുധിഷ്ഠിരൻ അദ്ദേഹത്തിന് യജ്ഞകുണ്ടത്തിനടുത്തുള്ള സ്വർണ്ണ സിംഹാസനത്തിലെത്തി. അദ്ദേഹം ഇരുന്നപ്പോൾ എല്ലാവരും ഇരുന്നു. ഋഷികളെല്ലാം അവരുടെ വ്രാക്കചർമ്മങ്ങളിൽ ചർമ്മം പടുത്തിയിരുന്നു. ആരും എന്നെ ശ്രദ്ധിച്ചതേയില്ല. ശ്രദ്ധിക്കാൻ തക്ക കാരണങ്ങളൊന്നുമില്ല. മണ്ഡപത്തിന് ചുറ്റും കണ്ണുകൾ അയച്ച് യജ്ഞമണ്ഡപത്തിൻ്റെ കോണിലിരിക്കുന്ന അദ്ദേഹത്തെ ഞാൻ കണ്ടു. ഒരു നിമിഷം കൊണ്ട് ഞങ്ങളുടെ കണ്ണുകൾ അടഞ്ഞു. ചമ്പാ നഗരിയിലെ ഗംഗാനദിയിൽ എന്തോ അകാരണമായി എൻ്റെ കൺമുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എത്ര വിചിത്രമാണ് മനുഷ്യൻ്റെ മനസ്സ്! അതെപ്പോൾ എന്ത് ചിന്തിക്കുമെന്ന് ഒരു നിയമവുമില്ല. എന്നെ കണ്ട ഉടനെ അദ്ദേഹം സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് വിദുരാചാര്യനെ അദ്ദേഹം മാടി വിളിച്ചു. പതുക്കെ ചെവിയിൽ എന്തോ പറഞ്ഞു. എൻ്റെ ശിരസിൽ കിരീടമില്ലെന്നറിഞ്ഞപ്പോൾ എനിക്ക് ദുഃഖം തോന്നി. വിദുരാചാര്യൻ കിരീടം സംഘടിപ്പിക്കാനായിട്ടായിരിക്കുമോ എൻ്റെ അടുത്തേക്ക് വരുന്നത്. പക്ഷേ എൻ്റെ അടുത്ത് വന്ന് അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടി. അംഗരാജാവേ, യജ്ഞം ആരംഭിക്കാറായി. അങ്ങ് സിംഹാസനത്തിലിരുന്നാലും ഞാനിവിടെ നിന്നോണം. ഇതിൽ ഔചിത്യത്തേക്കേടുണ്ടോ? ഞാൻ മറുപടിയായി ചോദിച്ചു. തലയിൽ കിരീടമില്ലാതെ രാജാക്കന്മാരുടെ ഇടയിൽ എങ്ങനെയിരിക്കും? ഇതെൻ്റെ ആഗ്രഹമല്ല, ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതാണ്, അദ്ദേഹം ശാന്തനായി പറഞ്ഞു. ഇതിലെനിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ഞാൻ മിണ്ടാതെ അദ്ദേഹത്തിന് പിന്നിൽ നടന്നു. അദ്ദേഹം പറഞ്ഞ ആസനത്തിലിരുന്നു. എങ്ങും ശാന്തത വ്യാപിച്ചു. 4-ാം യാമത്തിലെ അസ്തമ സൂര്യനെ നീണ്ട കിരണങ്ങൾ പ്രവേശനദ്വാരത്തിലൂടെ മണ്ഡപത്തിലാകെ വ്യാപിച്ചിരുന്നു. അവ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വിചിത്രമായൊരു ചിന്ത കളിയാടി. ആചാര്യൻ എനിക്കൊരു സിംഹാസനം തന്നു. ഈ കിരണങ്ങൾ എന്ത് സിംഹാസനം നൽകും? സത്യത്തിൽ അവയ്ക്ക് എന്തിനാണ് ആസനം? ആരുടെയും ക്ഷണമല്ലാതെ, ആരെയും വകവയ്ക്കാതെ അവ വന്ന് സിംഹാസനത്തിലേക്ക് ഇരിക്കുകയായിരുന്നില്ലേ? ശ്രീകൃഷ്ണൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് പോലും അതിനോടൊരു വിരോധം കാട്ടും. ക്ഷണിക്കപ്പെട്ട രാജാക്കന്മാരിൽ ചിലർ കിരീടമില്ലാതെ എൻ്റെ ശിരസിൽ നോക്കി. എന്തോ ചെവിയിൽ മന്ത്രിച്ചു. ഞാനിങ്ങനെ അവിടെ ഇരിക്കുന്നത് അവർക്ക് അശുഭകരമായി തോന്നിയിരിക്കും. എന്നാൽ യുധിഷ്ഠിരൻ യജ്ഞകുണ്ടത്തിൽ നിന്ന് അടുത്ത് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മന്ത്രണം നിലച്ചു. അദ്ദേഹം പറഞ്ഞു, ഭഗവാൻ കൃഷ്ണൻ, മഹാമയൻ ഭീഷ്മർ, മഹാഗുരു ദ്രോണ, പൂജ്യരായ ഋഷികളെ, ക്ഷണിക്കപ്പെട്ട രാജാക്കന്മാരെ, ഞാനും എൻ്റെ 4 സഹോദരങ്ങളും ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയ നിങ്ങളെയെല്ലാം സഹർഷണം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ നാടിൻ്റെ സമൃദ്ധിക്കും ശാന്തിക്കുമായി രാജസൂയ യജ്ഞം നടത്തുകയാണ്. സൗഭാഗ്യവശാൽ ഈ യജ്ഞകർമ്മയ്ക്കിനായി ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടെ ആഗതനായി. ഇന്ന് ഈ ശുഭമുഹൂർത്തത്തിൽ യജ്ഞകർമ്മേൻ്റെ പാദങ്ങൾ കഴുകിച്ച് അദ്ദേഹത്തിൻ്റെ ശുഭഹസ്തങ്ങൾ യാഗത്തിൻ്റെ ആദ്യത്തെ കൂവളവും ചമതയും അർപ്പിക്കട്ടെ. നിങ്ങളുടെയും അദ്ദേഹത്തിൻ്റെ കൃപാനുഗ്രഹങ്ങളാൽ നമ്മുടെ രാജ്യത്തിന് സമൃദ്ധി ഉണ്ടാവട്ടെ. അന്ന് പൗർണമിയായതുകൊണ്ട് യജ്ഞശേഷം നാമെല്ലാം ചേർന്ന് ഇന്ദുമതിക്കരയിൽ പന്തി ഭോജനം നടത്തും. തുടരും.